ആമസോൺ പ്രൈം വീഡിയോയിൽ പുതുതായിട്ട് റിലീസായ ഒരു സൈഫൈ ത്രില്ലർ പടമാണ് റിഡക്സ്. കെവിൻ മെക്മാനസ്, മാത്യു മെക്മാനസ് എന്നീ സഹോദരന്മാർ ചേർന്നാണ് ഇതിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇവരുടെ സഹോദരിയായ മിക്കേല മെക്മാനസ് ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് ത്രില്ലർ സിനിമയെ കുറിച്ച്. ഇത് ഐറീന്റെ കഥയാണ്. ഒരു മെഷീൻ ഉപയോഗിച്ച് പാരലൽ യൂണിവേഴ്സിൽ സഞ്ചരിച്ച് അവൾ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ്, ആരെയാണ് അന്വേഷിക്കുന്നത്, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളതാണ് റിഡക്സ് എന്ന സിനിമ പറയുന്നത്. മൾട്ടിവേഴ്സിന്റെ സാധ്യതകൾ ഉപയോഗിച്ച ഒരു റിവെഞ്ച് ത്രില്ലർ ആണ് ഈ സിനിമ. പടം പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മൾട്ടിവേഴ്സ് പ്ലസ് ക്രൈം ത്രില്ലർ എന്ന ഒരു ഐഡിയ തന്നെയാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ത്രൂ ഔട്ട് എൻഗേജിംഗും ആണ്. വളരെ ഫാസ്റ്റ് പേസിൽ ഇന്റൻസ് ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മളെ അധികം ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അനാവശ്യമായിട്ട് ഒരു കാര്യവും കഥയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം കൊണ്ട് പടത്തിൽ ഇമോഷണലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. നായിക ഐറീൻ കെല്ലിയായിട്ട് വന്നിരിക്കുന്നത് മിക്കേല മെക്മാനസ് ആണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രതികാരം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു സംഭവം ഒരു ഘട്ടത്തിൽ കൂടുതലാകുമ്പോൾ എന്തുമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെടുന്നുണ്ടോ, മനുഷ്യത്വം ഇല്ലാതാവുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഈ കഥാപാത്രം വരച്ചു കാട്ടുന്നത്. നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മിയ എന്ന ടീനേജ് പെൺകുട്ടിയുടെ കഥാപാത്രമായിട്ട് വന്ന സ്റ്റെല്ല മാർക്കസിന്റെ പെർഫോമൻസും എടുത്തു തന്നെ പറയണം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും നൈസ് ആയിരുന്നു. ഇവരിനി ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ തോന്നും ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ പടത്തിലാകെ 4-5 ക്യാരക്ടേഴ്സ് അങ്ങോട്ടേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡിലും ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ ഒക്കെ കൊള്ളാമായിരുന്നു. ഒരു വൻ ബജറ്റിലുള്ള പടമൊന്നും ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഉള്ള ബജറ്റിൽ നീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് എന്ന് പറയാം. VFXും നൈസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസം ഉണ്ടായിരുന്നു. അതുപോലെ സൗണ്ട് ഡിസൈനും കൊള്ളാം. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിൽ ആ ഒരു സൈഫൈ എലമെന്റിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി വരും. ഇതെങ്ങനെ തുടങ്ങി, എങ്ങനെ കിട്ടി തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം സിനിമ തരാതെയാണ് പോകുന്നത്. അതൊരു നെഗറ്റീവായിട്ട് പറയാം. അതേസമയം നമുക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൂടി നൽകിയതാണ് എന്നും പറയാം. ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമല്ലോ. എങ്കിലും കുറെ കാര്യങ്ങൾ പടത്തിൽ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം സത്യമാണ്. സോ മൊത്തത്തിൽ ഒരു നല്ല സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ ആണ് റിഡക്സ്. എനിക്ക് ഈ പാരലൽ യൂണിവേഴ്സ് പ്രമേയമായിട്ട് വരുന്ന പടങ്ങളൊക്കെ പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെ കണ്ട ഒരു സിനിമയാണിത്. എല്ലാവർക്കും അതുപോലെ വർക്കാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് പ്രൈം വീഡിയോയിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 49 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിങ് അവൈലബിൾ ആണ്. 18+ ആണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു പ്രമേയമൊക്കെ കൊണ്ടൊരു 16+ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.